ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ദിലീപ് നായകനായി എത്തിയ ബബബയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ 2049ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു. വൈകുന്നേരം 7:30 വരെ 3,44,860ഓളം ഓഡിയൻസ് സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു. 61% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് ഏകദേശം 575ഓളം ഫാസ്റ്റ് ഫുൾ ഷോകളും 163ഓളം ഓൾമോസ്റ്റ് ഫുൾ ഷോകളും 50-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകളുമാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. 5,52,29,000 രൂപയോളമാണ് ഇതുവരെ സിനിമയ്ക്ക് അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. അതായത് 5,53,00,000 രൂപ എന്ന് പറയാം. അതായത് ഈ ഒരു കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 6 കോടിയോളം അല്ലെങ്കിൽ 5,85,90,00,000 രൂപ സിനിമ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ന് പ്രതീക്ഷിക്കുന്നത് 6-6.5 കോടിയോളം സിനിമ നേടുമെന്നുള്ളതാണ്. ഗംഭീരമായിട്ടുള്ള ഒരു വിരുന്നൊരുക്കുകയാണ് ഈ ഒരു സിനിമയുടെ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ. മണിക്കൂറിൽ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഒരു ഘട്ടത്തിൽ 15,000 വരെ വീണ്ടും എത്തി. പിന്നീട് നമുക്ക് 7,000, 8,000, ഇപ്പോൾ വീണ്ടും 10,000-ന് മുകളിലേക്ക് കയറുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. അതായത് അക്ഷരാർത്ഥത്തിൽ റെഡ് അലേർട്ട് കേരളം മുഴുവൻ ആ റേഞ്ചിലാണ് സിനിമ പോകുന്നത്. പ്രത്യേകിച്ച് ലോജിക്ക് കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുമെങ്കിലും ജനങ്ങൾ ലോജിക്ക് നോക്കാതെ നേരെ കയറുന്ന കാഴ്ച തന്നെയാണ്. 3.5 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് ഇന്ന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് ഏകദേശം 15 കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ 10 തൊട്ട് 18 കോടിക്കിടയിൽ നേടാമെന്നുള്ളത്. നിങ്ങൾക്കൊന്ന് പറയാം എത്രയായിരിക്കാം ഫൈനലായിട്ട് വരാൻ പോകുന്നത്. കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് തൂക്കിക്കൊണ്ട് ഈ ഒരു സിനിമ കുതിച്ചുയരുകയാണ്. എമ്പുരാന് തൊട്ട് താഴെ ഈ ഒരു സിനിമ എത്തുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ജർമ്മനിയിൽ 1,500-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നു. നമുക്കറിയാം ഓവർസീസിൽ മോർണിംഗിലും ആഫ്റ്റർനൂൺ സെക്ഷനിലും സിനിമ റിലീസ് ചെയ്തിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഒരു പക്ഷേ 20 കോടിക്ക് മുകളിലേക്ക് എത്തിയേനേയും എന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു. എന്തായാലും ആളിപ്പടരുകയാണ്. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, മോഹൻലാൽ തുടങ്ങി വമ്പൻ താരനിരയോടുകൂടി എത്തിയ ഈ ഒരു സിനിമ റെക്കോർഡുകൾക്ക് മുകളിൽ റെക്കോർഡും തീർത്ത് മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ കളക്ഷൻ ഡീറ്റെയിൽസുമായി ഇനിയും വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തന്നെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം. ഗ്രീൻ മീഡിയാസ്.